ഈ ക്രിസ്മസ് കാലത്ത് ഒരു ക്രിബ് ഉണ്ടാക്കും, അതായത് പുൽക്കൂട്. അപ്പോൾ ഈ പുൽക്കൂട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴി നീളെ പലരും പുൽക്കൂടുകൾ ഉണ്ടാക്കും, ചിലർ ക്ലബിൻ്റെ പേരിൽ ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് പലരിൽ നിന്നും പണം പിരിച്ചിട്ടാണ് ആ പുൽക്കൂട് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ പുൽക്കൂട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിലൊരു ഉണ്ണീശോ വേണം. സാധാരണ ഞങ്ങളൊരു പടമാണ് വെക്കാറുള്ളത്, ഏതെങ്കിലും ഒരു ഉണ്ണീശോയുടെ പടം. അപ്പോൾ ആ കാലത്ത് ഒരു പടം വയ്ക്കാതെ ശരിക്കും ഉണ്ണീശോയുടെ രൂപത്തിൽ മണ്ണുകൊണ്ട് ഒരു ഉണ്ണി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് സമ്മാനം കിട്ടും. അങ്ങനെ നമ്മളായിരിക്കും ആ വർഷത്തെ ഏറ്റവും നല്ല പുൽക്കൂട് ഉണ്ടാക്കിയ ആളുകൾ എന്നുള്ളൊരു പേരും, അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് അതിനൊരു കപ്പും കൊടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഉണ്ണീശോയെ എങ്ങനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കാൻ അപ്പോൾ നമ്മുടെ നാട്ടിൽ പത്യാല എന്ന് പറയുന്ന ഒരു പത്യാല ബേബി എന്ന് പറയുന്ന ഒരു ആളുണ്ട്. അദ്ദേഹം വലിയ നന്നായിട്ട് കളിമണ്ണ് കൊണ്ട് ഉണ്ണീശോയനും മാതാവിനെയും ഒക്കെ തൂങ്ങപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്ക് ഞങ്ങൾ ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ഉണ്ണീശോയുടെ രൂപം ഉണ്ടാക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഒരടി നീളമുള്ള ഒരു ഉണ്ണീശോയുടെ ഇതുണ്ടാക്കുകയാണെങ്കിൽ എനിക്കൊരു 10-15 രൂപയെങ്കിലും തരണം. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ആകെ 15 രൂപയാണ് മൊത്തം ഞങ്ങളുടെ കളക്ഷൻ. അങ്ങനെ പറഞ്ഞ് അവസാനം അദ്ദേഹം അത് 7 രൂപയ്ക്ക് സമ്മതിച്ചു. അങ്ങനെ 7 രൂപയ്ക്ക് മണ്ണ് കൊണ്ട് അദ്ദേഹം ഒരു ഉണ്ണീശോയിനുണ്ടാക്കി. അത് മണ്ണ് കൊണ്ടാണെന്നൊന്നും കണ്ടാൽ നമുക്ക് തോന്നില്ല, അത്രയും ഗംഭീരമായിട്ട് കാലൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പൊന്തിച്ച് ആ ഉണ്ണീശോ രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ട പള്ളിയിലുള്ള ഉണ്ണീശോയേക്കാളും നല്ലൊരു ഉണ്ണീശോയായിട്ടാണ് നമുക്ക് തോന്നി. അങ്ങനെ നമ്മൾ ആ ഉണ്ണീശോയിനെ കൊണ്ടുവന്ന് ക്രിബിൽ കൊണ്ട് കിടത്തുന്നതിനേക്കാളും മുമ്പ് തന്നെ, കാരണം രാത്രി 12 മണിക്ക് ശേഷമാണ് ഉണ്ണിയെ കൊണ്ട് നമ്മൾ കിടത്തുക. അപ്പോൾ അതിങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരുന്നപ്പോൾ പലരും വന്ന് കണ്ടു. അപ്പോൾ പലരും കണ്ടപ്പോൾ വളരെ അസലായി നന്നായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഈ ക്രിസ്മസിൻ്റെ ആഘോഷത്തിൽ ചിലരൊക്കെ ലേശം അടിച്ചിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ ഒരു സുഹൃത്ത് സ്വല്പം മദ്യപിക്കുന്ന ബേബി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം വന്ന് ഈ ക്രിബിമ്മ കുറച്ച് നേരം പിടിച്ചു നിന്നു. കാരണം തന്നെ നിൽക്കാനുള്ള ഒരു ശേഷി ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഈ ക്രിബിമ്മ പിടിച്ചു. അപ്പോൾ ക്രിബ് കിടന്ന് കുഞ്ഞി. അപ്പോൾ ഞാൻ പറഞ്ഞു ബേബി ചേട്ടാ ക്രിബിമ്മേന്ന് പുൽക്കൂടുമേന്ന് കൈയെടുക്ക്. അങ്ങനെ അദ്ദേഹം കൈയെടുത്തു. ഒരു കണക്കിന് അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നി ഉണ്ണിയെ ഒന്ന് മുത്തണം എന്ന് തോന്നി. അങ്ങൊരു പെട്ടെന്ന് താഴെ ഇരുന്ന് ഉണ്ണി, അപ്പോൾ ഞങ്ങൾ പുൽക്കൂടിൻ്റെ അകത്ത് ഉണ്ണിയെ വെച്ചിട്ടില്ലേ, താഴെ ഇരുന്ന് ഉണ്ണി യേശുവിനെ അങ്ങനെ തന്നെ അങ്ങോട്ട് എടുത്തു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു. അവസാനം ഈ ഉണ്ണീശോയുടെ ചെസ്റ്റ് തൊട്ട് ഇവിടുന്ന് തൊട്ട് മുകൾ ഭാഗം വരെയുള്ള ഭാഗമായി ബാക്കിയുള്ളതൊക്കെ ഒടിഞ്ഞ് താഴെ പോകും. എങ്ങനെയുണ്ടോ നമ്മുടെ പുൽക്കൂട്? സമ്മാനം നമുക്ക് തന്നെ ആയിരിക്കില്ലേ? നമുക്കല്ലാതെ എവിടെ പോവാനാ? ഗംഭീരായിട്ടുണ്ട്. എന്നാ മെഴുകുതിരി കത്തിച്ചു നോക്കട്ടെ. കത്തിച്ചു. പള്ളിന്ന് അച്ഛനും കമ്മിറ്റിക്കാരും വരുമ്പോ ഞെട്ടണം. എന്താടാ പണി? ഞങ്ങള് ക്രിബിന്റെ പണിയിലാ, കഴിയാറായി. ക്രിബോ? ആ ക്രിബ്. ബേബിചേട്ടൻ കണ്ടിട്ടില്ലേ? നീ എന്നാ ഇംഗ്ലീഷ് ഇത് പുൽക്കൂടെന്ന് പറഞ്ഞാ പോരെ? ഇത്തവണത്തെ സമ്മാനം അടിക്കാനുള്ളതാ. മലയാളത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല. മലയാളം പറഞ്ഞാൽ സമ്മാനം കിട്ടാനുള്ളത് നിനക്ക് കിട്ടും. എന്തായാലും ഞാൻ അവിടെ വന്ന സ്ഥിതിക്ക് നിന്റെ ക്ലബോ ക്രാമ്പോ ഞാനൊന്ന് കാണട്ടെ. അമ്മേ, ബേബിച്ചേട്ടൻ നല്ല ഫോമിലാണല്ലോ. 2 വിട്ടുന്ന് തോന്നുന്നു. ക്രിസ്മസ് ആയിട്ട് 2 വിട്ടില്ലെങ്കിൽ കർത്താവ് പോലും നമ്മളോട് പൊറുക്കില്ല മക്കളെ. സംശയം ഉണ്ടെങ്കിൽ നീ വറുതേട്ടനോട് ചോദിച്ചു നോക്ക്. അല്ല, വറുതേട്ടെന്ന് കഴിച്ചില്ല? ഞാൻ ചോദിച്ചില്ല. ചോദിക്കണം, അത് മക്കളുടെ ചുമതലയാ. ഞാൻ ഇപ്പൊ നോക്കിട്ട് പറയാം നിനക്ക് സമ്മാനം കിട്ടൂയില്ലേന്ന്. ബേബിച്ചേട്ടാ, അതിന്ന് കൈയെടുത്തേ. വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഞാൻ തൊട്ട അതിനൊന്നും പറ്റില്ലടാ. ഞാൻ ഒരു സത്യക്രിസ്ത്യാനിയാണ്. പക്ഷെ ഉള്ളി കിടക്കണത് അതല്ലല്ലോ. ഉള്ളിക്കിടക്കണമെന്ന് പറഞ്ഞപ്പോഴാ ഞാൻ ഉണ്ണി യേശുവിനെ ശ്രദ്ധിച്ചു. ഇത് എവിടെ നിന്ന് ഒപ്പിച്ചെടുത്തത്? ഒപ്പിച്ചതൊന്നും അല്ല, കാശ് കൊടുത്ത് വാങ്ങിയതാ. 1ഉം 2ഉം അല്ല, 7 രൂപയാ കൊടുത്തേ. അതിന് മാത്രം എവിടെ നിന്നാ നിന്റെ കയ്യിൽ ഇത്രയും കാശ്? ഞങ്ങള് കഷ്ടപ്പെട്ട് പിരിവെടുത്തതാ. അപ്പൊ നിന്റെ കയ്യിൽ കാശ് കാണുമല്ലോ. നീ ഒരു കാര്യം ചെയ്യും, ഒരു 3 രൂപ ഞാൻ പോയി സ്വപ്പ് കൂടെ അടിച്ചിട്ട് വരാം. അത്രയ്ക്ക് പിരിവൊന്നും ഉണ്ടായില്ല. എത്ര കഷ്ടപ്പെട്ടാ ഞാനിത് ഉണ്ടാക്കിയെന്നറിയോ? ബേബിച്ചേട്ടനൊന്ന് പോയി, എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല. അപ്പൊ നീ 3 രൂപ ഞാൻ ചോദിച്ചത് തരില്ലല്ലേ? നീയൊക്കെ വറുതേട്ടന്റെ മകനായി പറഞ്ഞല്ലോടാ. ശരി, ഞാൻ ഉണ്ണി യേശുവിനെ മുത്തിട്ട് പോവാ. അയ്യോ, ചതിക്കല്ലേ ബേബിച്ചേട്ടാ. മാറില്ലടാ. അയ്യോ, ചതിച്ചല്ലോ ബേബിച്ചേട്ടാ. 3 രൂപ തരാത്ത നിനക്കൊക്കെ ഇത് വേണം. പണ്ടാരക്കാലൻ.
ഇനിയിപ്പൊ എന്താ ചെയ്യാ? ആകെ പ്രശ്നമായല്ലോ. അച്ഛനും കമ്മിറ്റിക്കാരും വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ആ, ഒരു വഴിയുണ്ട്. ഞാനിപ്പോൾ ഒന്ന് വീട് വരെ പോയിട്ട് വരാം. നമ്മൾ കഷ്ടപ്പെട്ടും പിരിവെടുത്തൊക്കെ വെള്ളത്തിലായി. നമ്മുടെ സമ്മാനവും പോയത് തന്നെ. അതും ഒരു വെള്ളം കാരണം.